ട്രെയിനുകളിൽ ഇനി ഭക്ഷണ സാധനങ്ങൾക്ക് തോന്നിയതുപോലെ വില ഈടാക്കില്ല. കച്ചവടക്കാർ ഭക്ഷണ സാധനങ്ങൾക്ക് പല വില ഈടാക്കുന്നതിനെതിരെ നടപടിയുമായി എത്തിയിരിക്കുകയാണ് റെയിൽവേ അധികൃതർ. ഇനി മുതൽ ഭക്ഷണത്തിന്റെ വില വിവരങ്ങൾ എല്ലാ യാത്രക്കാർക്കും ലഭിക്കും വിധമുള്ള നടപടികൾ എടുത്തുകൊണ്ടാണ് റെയിൽവേ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത്. ദീർഘദൂര യാത്രകൾക്ക് മിക്ക ആളുകളും ട്രെയിനുകളെയാണ് ആശ്രയിക്കുന്നതെങ്കിലും യാത്രക്കാർ നേരിടുന്ന പൊതുവായ ഒരു പ്രശ്നമാണ് ഭക്ഷണത്തെ സംബന്ധിച്ചുള്ളത്. ഭക്ഷണം കൃത്യമായി വരാറുണ്ടെങ്കിലും പലരും പല വിലയാണ് ഈടാക്കുന്നതെന്ന നിരവധി പരാതികളാണ് റെയിൽവേക്ക് ലഭിക്കാറുള്ളത്. ഈ പരാതികൾക്ക് പരിഹാരവുമായാണ് ട്രെയിനിൽ ലഭിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും വില വിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇനി മുതൽ IRCTCയുടെ വെബ്സൈറ്റിൽ എല്ലാ ഭക്ഷണങ്ങളുടെയും വില വിവരങ്ങൾ ലഭിക്കും. മാത്രമല്ല, യാത്രക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വില വിവരങ്ങൾ അടങ്ങിയ മെനു കാർഡ് കയ്യിൽ ലഭിക്കുകയും ചെയ്യും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാരന് മികച്ച ഭക്ഷണം ന്യായമായ വിലയ്ക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൂടാതെ ഭക്ഷണത്തിന്റെ വൃത്തിയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ റെയിൽവേ അംഗീകരിച്ച അടുക്കളകളിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നും കൂടുതൽ അടുക്കളകൾ തുറക്കുകയും ഉള്ളവയിൽ CCTVകൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ട്രെയിനുകളിൽ IRCTC സൂപ്പർവൈസർമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഭക്ഷണമുണ്ടാക്കിയ സ്ഥലം, പൊതിഞ്ഞ ദിവസം എന്നിവയെല്ലാം അറിയുന്നതിനായി ഭക്ഷണ പാക്കറ്റുകളിൽ QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പാൻട്രി കാറുകളുടെ വൃത്തി ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടെയുള്ള ഡീപ് ക്ലീനിംഗ്, പാറ്റശല്യം ഒഴിവാക്കുന്നതിനുള്ള ക്ലീനിംഗ് എന്നിവ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷനും ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനായി ഇടയ്ക്കിടെയുള്ള പരിശോധനകളും ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.